ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നവംബർ 30 മുതൽ ഡിസംബർ 8 വരെ നടത്തപ്പെടുകയാണ്. കായിക മത്സരങ്ങൾ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലും കലാമത്സരങ്ങൾ പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കലോത്സവങ്ങൾ നടക്കുന്ന പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ മാഷിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. സംഘാടക സമിതി യോഗത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാനായി 15-ാം വാർഡ് മെമ്പർ KM ഷാജിയെയും കൺവീനറായി പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സജി മാഷിനെയും തീരുമാനിച്ചു. കൂടാതെ കായിക ഇനമായ വോളിബോൾ പ്രാപ്പോയിൽ വോളി അക്കാദമിയുടെ മൈതാനത്ത് വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു. പരിപാടി നടത്താൻ കഴിയണം. അതിന് ഏറ്റവും നല്ല അന്തരീക്ഷം ഒരുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പ്രാപ്പോയിൽ. അതിൻ്റെ ഒരു ഘടകം സാംസ്കാരികപരമായി ഒക്കെ മികച്ച പ്രവർത്തനം നടത്തുന്ന നിരവധി ആളുകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് പ്രാപ്പോയിൽ. കേരളോത്സവം നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള കലാ കായിക പ്രതിഭകൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നാണ് കേരളോത്സവം. അങ്ങനെ അത് വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ഗവൺമെൻറ് നാടുമൊക്കെ രക്ഷപ്പെടുന്ന പോലെ കേരളോത്സവം കായിക മത്സരങ്ങൾ നടത്തുക സെന്റ് മേരീസ് സ്കൂളിൽ വെച്ചിട്ടാണ്. 1-ാം തീയതി ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുക നവോദയ കോളേജിൽ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസവും പരിപാടിയാണ്. ഒരു ഒഴിവുമില്ലാതെ എല്ലാ ദിവസവും പരിപാടി നടത്തിയ ഒറ്റ ആഴ്ച കൊണ്ട് കേരളോത്സവത്തിൻ്റെ പഞ്ചായത്ത് തല മത്സരങ്ങൾ പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയക്കുറവിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ഒരു ശ്രമം ആണ് സംഘാടക സമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചെറുപുഴ പഞ്ചായത്തായിരുന്നു പയ്യന്നൂർ ബ്ലോക്കിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയെത്തി. കായിക രംഗത്ത് നമുക്ക് ആ മേധാവിത്വം തീർച്ചയായും തുടരാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. കലാരംഗത്ത് അന്ന് അവിടുന്ന് പോയപ്പോൾ അബിയായിരുന്നു നമ്മുടെ കൺവീനറായിട്ടുണ്ടായിരുന്നു. അബി അവിടുന്ന് അടുത്ത വർഷം രണ്ടും നമുക്കൊരു സ്ഥലത്ത് 2-3 ദിവസം തീരുമാനിച്ചാൽ നടപ്പിലാക്കാനൊക്കെ പറ്റും. പക്ഷെ ഇതിലെ പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സംഘാടക സമിതിയുടെ ഭാഗത്തുനിന്ന് പ്രധാനമായും ഉണ്ടാകേണ്ടതെന്നാണ്. കാരണം ആകെ അത്രയും ദിവസമേ ഉള്ളൂ. ഇപ്പോൾ കലാപരിപാടികളൊക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളല്ല കേരളോത്സവത്തിൽ വരിക. അപ്പോൾ അവർക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള സമയം ശരിക്കും കുറവാണ്. ഇത് എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ വർഷം സത്യം പറഞ്ഞാൽ കേരളോത്സവം ഉണ്ടാവില്ല എന്നുള്ളൊരു മൂഡിലായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായത്. യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല കേരളോത്സവം ഉണ്ടാവും. ആഘോഷങ്ങളൊക്കെ മാറ്റി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളോത്സവവും മാറ്റി വെക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്നാണ് അറിയിപ്പ് കിട്ടിയത് കേരളോത്സവം നടത്തണം. അത് പഞ്ചായത്ത് തലത്തിൽ നവംബർ 30 പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ പഞ്ചായത്ത് തുടങ്ങി. മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ, സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ്, ചെറുപുഴ. ഫേഷ്യലുകൾ, ഹെയർ സ്പാ, ഹെയർ കളർ, ഹെയർ കട്ടിംഗ്, പപ്പായ ഫേഷ്യൽ, ഗോൾഡൻ ഫേഷ്യൽ, താരൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പുരുഷ സൗന്ദര്യത്തിന് മാറ്റേകുന്ന എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ നിർവഹിക്കുന്നു. മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ, നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ്, ചെറുപുഴ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഗ്രീൻ താര ബോട്ടിക് ആൻഡ് ലേഡീസ് ടൈലറിംഗ്, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ഫോൺ 9495043623. മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ, നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ്, ചെറുപുഴ.